അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഏത് ബോധമാ? ഈ സർക്കാരിന് 2 ഭൂരിപക്ഷമേ ഉള്ളൂ. കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം. അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധം എന്റെ ഉള്ളിലിത്തിരി പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ പടച്ചോനെ ആമാശ എത്തിപ്പോയി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏത് ലഹിക്കും? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്ത് മനുഷ്യന്മാർ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മൾ എപ്പോഴും കുറുക്കുവഴിയല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന് നേരെ നമുക്ക് പാരിപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാൾ പറഞ്ഞു ഇതിലെ പോയ 2 കിലോമീറ്റർ ലാഭമുണ്ട്, കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലേ പോകും. ഇനിയിപ്പോ പോണത് എം എ യൂസുഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്ക് വഴി കിട്ടി 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 റുപ്യ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും? അല്ലേ ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇനിയിപ്പോ റോട്ടിൽ കൂടെ ഉണ്ടാകുക? അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്ക് വഴി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്ക് വഴി പറഞ്ഞു തരട്ടെ. ഇതന്നെ وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. ആദ്യത്തെ പോരാട്ടം. എല്ലാ ജനുവരി മാസം തണുപ്പ്, എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി. വല്ലപ്പോഴും തോന്നിട്ട് നമ്മളോട് എനിക്ക് വയ്യ, ചുമയാ, കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതും മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം 3 ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞത്. 3 പറയുമ്പോൾ നമ്മുടെ വിഷയം ചെയ്യും. ഇത് ആര് പറഞ്ഞ ശത്രുവാ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, മോഡി വരട്ടെ വരാതിരിക്കട്ടെ നമുക്കെന്താ. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയാന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ ഫിറഔന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. വേറെ ഒരിടത്തും വളർന്നിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? മൂസയാണ്. ഇപ്പൊ കേന്ദ്രമെങ്ങാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈ മോൻ ഉണ്ടാവും. എന്ത് പേടിക്കാൻ? പേരില് നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കും. ഫിറഔൻ വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ തദ്ബീരിന് അവരില്ലാതെ തക്കുതിയോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി ഇറങ്ങിട്ട് കാര്യം. അവര് വന്നു വരാത്തതെന്നുള്ളതല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാൽ മറ്റൊരുത്ത അടച്ചു നോക്കാം. ഞാൻ കാണൂല, എനിക്കൊന്നും വരുന്നവൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടിപ്പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗ്ഗത്തിൽ ഒരു ദരജയുണ്ട്. 3 പേർക്ക് ആ ദരജ കിട്ടുകയില്ല. പറഞ്ഞു തരട്ടെ ആണുങ്ങളോട്. ഇങ്ങോട്ട് നോക്കും മോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് 3 ദരജകളുണ്ട് സ്വർഗ്ഗത്തിൽ. ആ ദരജ 3 ആളുകൾക്കല്ലാതെ 4-മതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആൾ റഹ്മിൻ വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങിപ്പോയി, വാപ്പ് പിണങ്ങിപ്പോയി, പെങ്ങൾ പിണങ്ങിപ്പോയി. ആ പിണക്കത്തിന്റെ വാദത്തിൽ നിൽക്കുന്നവരല്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആങ്ങള പെങ്ങന്മാരും വാപ്പയും മക്കളും മിണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവര് അവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ. മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബന്ധങ്ങളെ ചേർക്കാൻ 1 2
നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല. തയമ്പുണ്ടായിട്ട് കാര്യമില്ല. തഴമ്പ് തക്കവയുടെ അടയാളമല്ലല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി പാവുണ്ടോ എന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാണ്. അത് അതിന്റെ അടയാളമല്ല. ഹൃദയബന്ധം ചേർക്കുക, കുടുംബബന്ധം ചേർക്കുക. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, കേൾക്കാനൊക്കെ ഓരോരുത്തരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി കടയിൽ പോയി പാറക്കോറിയിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പനവൂര് പോയിട്ട് ചപ്പാത്തിച്ചാള എടുത്തുകൊണ്ടുവന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയാനാണ്, പരലോകത്ത് ചെല്ലുമ്പോ ഒരു പ്രതിഫലം നിനക്കുള്ളത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ? കടബാധ്യത ഏറെയുണ്ട്, കഷ്ടപ്പാട് ഏറെയുണ്ട്, രോഗങ്ങൾ ഏറെയുണ്ട്. പക്ഷെ ഇന്നേവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ, അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധ്യതയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാതെ അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിൽ അവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ, ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പെട്ടിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ കത്തിക്കാളുന്ന നരകത്തെ നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമും അള്ളാഹു നമ്മളോട് എത്തിക്കട്ടെ. മോനെ, വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി ഉടനെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വഴിയാൻ പറഞ്ഞത് അതരട്ടെ, ഈ സാധനത്തെ സൂക്ഷിച്ചാൽ മതി. ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും. ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നോക്കുമ്പോൾ ഉണ്ടാകും. ഇനി പകുതി ഉടല് കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്നത് ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, 2 കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകും. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ വിദ്യസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഹദീസുകൾ കേട്ടില്ല, 2 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാൻ പരലോകത്ത്. ഒന്ന് നാക്ക്, 2 മുഖ്യസ്ഥാനം. നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താ? 2 അവയവാണല്ലോ ലഭ്യങ്ങൾ. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? മനുഷ്യന്മാരെ ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്കെന്താ അങ്ങനെ ഹംല ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. മിസ്കോള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടാവും, 35 വയസ്സായി പോകും. അതാണ് നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള. അർത്ഥത്തിൽ അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ 2 കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തി അള്ളാഹു എത്തിച്ചു തരുമാറാകുന്നത്. മൂന്നാമത്തെ ആൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, പറയണു. മൂന്നാമത്തെ ആൾ, അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി അവൻ നമ്മളെ ആട്ടി വിളിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അവൻ അന്ന് എന്നെ ഓടിച്ചവനാണെന്നില്ല, അന്ന് അവൻ ഉണ്ട്, നമ്മൾ പോയപ്പോ നാട്ടി ഓടിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വർഗത്തിന് ഈ ദർജ 3 പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്. അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിയിട്ടില്ല, സമയം തീരാറ്. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, 3 വിഭാഗം ആളുകൾ, 3 വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അവർ പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോൾ അല്ലാഹു അവരുടെ മുഖത്തേക്ക് നോക്കുകയില്ല. വലാ
يدخلون الجنة حتى يلج الجمل في سم الخياط. സൂചിക്കൊടയിലൂടെ ഒട്ടകം അതിന്റെ മറുകര കടന്നാലും ഇവര് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. വളരെ ഭയാനകരമായ ഹദീസാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഔറത്ത് മറക്കാതെ നടക്കല്ല പെങ്ങള്. പച്ച പരിഷ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചറപ്പവന്റെ മുഖത്ത് നോക്കില്ല. സൂചിക്കുടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. വൃദ്ധനായ വ്യഭിചാരി, വൃദ്ധനായ വ്യഭിചാരി താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്ത മോഹം നിന്നിട്ടേയില്ല. മനസ്സിലായോ? താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു. ഇപ്പം മിക്കാലും നരയ്ക്കൂല, അത് ഗോദ്രേജിന്റെ മഹത്വനാണ്, അല്ലാതെ നരയ്ക്കാനിട്ടല്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമാണ്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയാണ്. 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടി ശിക്ഷ. 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോകാം. ഓരോ പ്രായത്തിന്റെ ശിക്ഷ ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയാ? ഈ മോഹത്തിന് അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. 2 രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2, 3. രണ്ടാമത്തേത് പെണ്ണ് കേൾക്കുക, മൂന്നാമത്തേത് ആണ് കേൾക്കുക. ഇത് പറയാതിരിക്കാൻ തരമില്ല. 2. രണ്ടാമത്തേത് മറ്റാരുമല്ല, പുരുഷവേഷം ധരിച്ച പെണ്ണ്. പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ് ഇന്ന് നിസ്കാരത്തടമ്പുള്ള ഹാദിയാരുടെയും നാട്ടുപ്രമാണിയുടെയും 17 തികഞ്ഞ പെൺമക്കള് കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പാക്ക് തഴമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കള് ഇറച്ചിക്കടയിലെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടുത്തു പോയാൽ നിങ്ങൾ പുറമനൊന്നുമാക്കണം. പണ്ടൊക്കെ മലബാറിൽ കണ്ണാറേ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ആഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹച്ചന്തയിൽ മത്സ്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന് ആർഭാട കല്യാണത്തിന്റെ നടുവിൽ ചട്ടുമിട്ട് ഈ പെൺമക്കൾ മുഴുവനും അടിഞ്ഞാടുമ്പോ പൊന്നുമോളെ, നാളെ പരലോകത്ത് നീ പോയി നിൽക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. അല്ലാഹു അവരോട് സംസാരിക്കില്ല. പടച്ചറപ്പ് അവരെ മുറന്നു കളയുമെന്ന്. എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിൽ കടക്കില്ല. 1, 2 പുരുഷവേഷം ധരിച്ച പെണ്ണ്. അല്ലാഹു ബോധം തരട്ടെ. നോക്ക് മനുഷ്യന്മാരെ, അല്ലാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വേഷമുണ്ട്. പറയാതിരിക്കുന്നത് വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ തുറഞ്ഞു നോക്കണ്ട, പറഞ്ഞു തന്നെ പറയാനല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ്. അത് കാലോട്ട് അങ്ങോട്ട് വെക്കിയിട്ടാ മതി. എന്താ അതിന്റെ പേര്? പേരെന്താ? കഷ്ടം മുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ, പാവങ്ങൾ. നിങ്ങൾ പിന്നെ വളരെ സ്വർഗത്തില. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തിനാ വാദം പറയണത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, ബനിയൻ പാന്റ് അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തൊടയുടെയും കാലിന്റെയും വടിവതേ പിടിവാണ്. എന്റെ പേരെന്താ? അതിന്റെ പേര് ലെഗിൻസ് അല്ല. ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസന, അതിന്റെ പേര് ലെഗിൻസ്.
പൊന്നുപോലെയാ ലഗിൻസ് തനി ഹറാമാ, ആ ലഗിൻസ് തനി ഹറാമാ. കാരണം ഈ ലഗിൻസ് ആരുടെ വേഷമെന്ന് നിനക്കറിയോ? വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ പോകാറുണ്ടെന്ന് പെങ്ങള്. ഓ വേഷമാരുടെ വേഷമെന്നറിയോ? യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവര് വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ലഗിൻസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ് പെങ്ങളെ? നാളെ പരലോകത്ത് അള്ളാഹു നിന്റെ മുഖത്ത് നോക്കില്ല. ആ ലഗിൻസ് തനി ഹറാമാ.